എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് തൃശൂരിൽ വൻ സ്വീകരണം. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒഴുകിയെത്തിയത്. തുടർന്ന് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനി വലം വെച്ച് നടന്ന റോഡ് ഷോയിലും ജനസാഗരം തൃശൂരിനെ വികസന പാതയിൽ നയിക്കുവാൻ സുരേഷ് ഗോപി ജയിക്കുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് ഓരോ പ്രവർത്തകർക്ക്. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ് പറഞ്ഞതുപോലെ തന്നെ ജനസാഗരം തന്നെയാണ് ശക്തന്റെ മണ്ണിൽ സുരേഷ് ഗോപിയെ വരവേൽക്കാൻ ഒഴുകിയെത്തിയത്. അത്രത്തോളം ആവേശകരമായിരുന്നു അദ്ദേഹത്തിന് റെയിൽവേ സ്റ്റേഷൻ നൽകിയ സ്വീകരണം. പിന്നീട് നടന്ന ബൈക്ക് റാലി, തുടർന്ന് നടന്ന പൊതുപ്രകടനവും പൊതുസമ്മേളനവും മറ്റു വിവരങ്ങൾ കൂടി. തീർച്ചയായും കെ പി, പ്രൗഢോജ്വലമായിട്ടുള്ള സ്വീകരണം തന്നെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് നൽകിയിട്ടുള്ളത്. തൃശ്ശൂരിലെ ജനത സുരേഷ് ഗോപിയെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണ്, അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണ് സുരേഷ് ഗോപിയും വ്യക്തമാക്കിയത്. ഇന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഒഴുകിയെത്തിയത്. ട്രെയിൻ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തെ പുറത്തേക്ക് സ്വീകരിച്ചപ്പോൾ നിരവധിയധികം പ്രവർത്തകർ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അദ്ദേഹത്തിന് ഹസ്തദാനം നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിജയാശംസകൾ നേർന്നുകൊണ്ട് ആ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു റോഡ് ഷോ, അതായത് ആ പൊതുപ്രകടനം ഇന്ന് വളരെയധികം ശ്രദ്ധേയമായിരിക്കുന്നു. കാരണം നിരവധി പ്രവർത്തകർ ഇരു മുന്നണികൾക്കും സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര രീതിയിലായിരുന്നു, വളരെയധികം പ്രൗഢഗംഭീരമായിട്ടായിരുന്നു ആ ഒരു പൊതുപ്രകടനം നടന്നത്. അതിലൊക്കെ തന്നെ സുരേഷ് ഗോപിയുടെ ചിത്രങ്ങളും അതുപോലെ BJPയുടെ പതാകകളും ഒക്കെ ഉയർത്തി. BJP പ്രവർത്തകർ മാത്രമല്ല, പൊതുജനങ്ങളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയ പല കാര്യങ്ങളുമുണ്ട്. കാരണം തൃശ്ശൂരിലെ ജനത അദ്ദേഹത്തെ സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമകാലിക വിഷയങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. പല കാര്യങ്ങളും ഇന്ന് കേരള സർക്കാരും അതുപോലെ CPM മൂടിവെക്കാൻ നോക്കുന്നു. അതൊക്കെ തന്നെ താൻ പുറത്തു കൊണ്ടുവരുമെന്നും മാസപ്പടി വിവാദത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കുമെന്നും, ഇതുവരെ താൻ പ്രതികരിച്ചില്ലെങ്കിലും ഇനി പ്രതികരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനതയുടെ, അതായത് തൃശ്ശൂരിലെ ജനത ഒന്നടങ്കം ആഗ്രഹിക്കുന്ന ഒരു വികസന നായകൻ തന്നെയാണ്. ഇന്ന് ഇരു മുന്നണികൾക്കും പ്രചരണമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ BJPയുടെ ഈ ഒരു പ്രചരണത്തിന്റെ തുടക്കം വളരെയധികം ഗംഭീരമായി തന്നെ നടന്നു. അത് തൃശ്ശൂരിലെ ഓരോ ജനതയും വ്യക്തമാക്കുന്നുണ്ട്. കാരണം തൃശ്ശൂരിന് ആവശ്യം വികസന കാഴ്ചപ്പാടോടുകൂടി ജനങ്ങളുടെ അടുക്കലേക്ക് ആ വികസനത്തെ എത്തിക്കാൻ പ്രാപ്തിയുള്ള ഒരു നായകനെയാണ്. അതാണ് സുരേഷ് ഗോപി. ഓരോ വ്യക്തിത്വങ്ങളെയും, അതായത് സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെയൊക്കെ മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിന് പരിഹാരം കാണുവാൻ തക്കവണ്ണമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപിക്കായാണ് ആ ജനസാഗരം ഇന്ന് ഒഴുകിയെത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് പ്രൗഢോജ്വലമായിട്ടുള്ള സ്വീകരണം നൽകി നാളെ മുതൽ അദ്ദേഹം പ്രചരണത്തിനിറങ്ങുകയാണ്. ഈ തൃശ്ശൂർ ജില്ലയിലെ വിവിധ മേഖലകളിൽ അദ്ദേഹം എത്തും. ഓരോ സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾ അറിയും. അതോടൊപ്പം തന്നെ ഈ ഇലക്ഷനിൽ ഇന്ന് BJP മുന്നോട്ട് വെക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ്. ആ മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ് അദ്ദേഹവും ഉയർത്തിക്കാട്ടുന്നത്. മോദിയുടെ പ്രഭാവത്തിലാണ് ഇന്ന് ഭാരതം. മനോജ് പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം പ്രൗഢോജ്വലമായ സ്വീകരണമാണ് സുരേഷ് ഗോപി ഏറ്റുവാങ്ങിയത്. വികസന നായകന്, ജനനായകന് ഹൃദ്യമായ സ്വീകരണം തന്നെയാണ് തൃശ്ശൂരിൻ്റെ മണ്ണ് നൽകിയത്. എം മനോജാണ് വിവരങ്ങൾ നൽകിയത്.